കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി.ജെ.പി. വാദം പൊളിയുന്നു. ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്നാണ് കേരളത്തിലെ ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞതെങ്കിലും ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ എതിർത്തു. കോടതി ഉത്തരവ് കേരള ന്യൂസിന് ലഭിച്ചു. 2008 NIA നിയമത്തിലെ 8ാം വകുപ്പ് പ്രകാരം കേസ് കേൾക്കേണ്ടത് NIA എന്നാണ് സർക്കാർ വാദം. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, കൃത്യമായ രീതിയിൽ ഒരു കൃത്യമായ അജണ്ട എന്താണോ അതാണിപ്പോൾ അവിടെ ഛത്തീസ്ഗഡിൽ ബി.ജെ.പി. നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നിരപരാധികളായ കന്യാസ്ത്രീകളെ ഈ ജയിലറകളിൽ നിന്ന് മോചിപ്പിക്കില്ല എന്നൊരു തീരുമാനമാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. സിന്ദൂരി കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ എതിർക്കില്ലെന്ന് പറഞ്ഞ ഛത്തീസ്ഗഡിലെ ബി.ജെ.പി. സർക്കാർ എന്നാൽ കോടതിയിൽ നിലപാട് മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രോസിക്യൂഷൻ ശക്തമായി കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷയെ സെഷൻസ് കോടതിയിൽ എതിർത്തു. ഇതിന് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി അവർ പറഞ്ഞത് ഈ വിഷയം ഏറെ ഗൗരവമായ ഒരു വിഷയമാണ്, അതിൽ കൂടുതൽ അന്വേഷണം വേണ്ടി വരുമെന്ന് ഒന്നാമത്തെ വാദം ഇവർ മുന്നോട്ട് വെച്ചു. മറ്റൊന്ന് ഇവർ പറയുന്നത് സെക്ഷൻ 143, അതായത് ഈ 141 സെക്ഷൻ പ്രകാരം ആദിവാസി പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ സെക്ഷൻ വരുമ്പോൾ ഈ 2008 NIA ആക്ട് പ്രകാരം ഇത് പ്രത്യേക NIA കോടതിക്ക് മാത്രമേ പരിഗണിക്കാൻ കഴിയൂ. സെഷൻസ് കോടതിക്കോ മജിസ്ട്രേറ്റ് കോടതിക്കോ ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് ജാമ്യം നൽകിയാൽ ഈ കന്യാസ്ത്രീമാർ വീണ്ടും ഈ മതപരിവർത്തനം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. മൂന്നാമത്, നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് വേണ്ടി പ്രതിഷേധ പ്രകടനവും മറ്റുമായിട്ടെല്ലാം തന്നെയും വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരത്തിൽ വളരെ വലിയ സ്വാധീനം സമൂഹത്തിലുണ്ട് എന്നും വ്യക്തമാക്കുന്ന ഒരു നിലപാടാണ് ബി.ജെ.പി. സർക്കാർ സ്വീകരിച്ചത്. ഇതെല്ലാം തന്നെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പ്രത്യേക NIA കോടതിയിലാണെന്ന് തന്നെ അറിയിക്കുകയായിരുന്നു. അതായത് ശക്തമായി ബി.ജെ.പി. സർക്കാർ ഈ കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷയെ എതിർക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 2008 NIA ആക്ട് പ്രകാരം എന്ന് പറയുമ്പോൾ അന്ന് 2ാം UPA സർക്കാരാണ് അന്നത്തെ IPC 370 ആക്ട്, അതായത് ഇന്നത്തെ NBC ഈ 141 എന്ന ഒരു ആക്ട് ഇത്തരത്തിൽ കൊണ്ടുവന്നത്. ഈ ആക്ട് പ്രകാരമാണ് ആദിവാസി സ്ത്രീകൾക്ക് മതപരിവർത്തനം എന്ന ഒരു വകുപ്പ് ഇത് NIA ആക്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത്. ഇങ്ങനെ 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് വരുത്തിയ ഈ ഭേദഗതി ആയുധമാക്കിക്കൊണ്ടാണ് ബി.ജെ.പി. സർക്കാർ ഈ കന്യാസ്ത്രീമാർക്കെതിരെ പ്രയോഗിച്ചതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കോടതിയിൽ വലിയ രീതിയിൽ, അത് പ്രത്യേകിച്ച് ബജരംഗ് പ്രവർത്തനം തന്നെ വലിയ ആഘോഷമാണ് നടത്തിയത്. കന്യാസ്ത്രീമാർ ജയിലിൽ തുടരുമെന്ന ഒരു വാർത്ത വന്നതോടുകൂടി തന്നെ ബജരംഗ് പ്രവർത്തകർ വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ അഭിഭാഷകർക്ക് ഹാരമണിയിച്ചുകൊണ്ടെല്ലാം തന്നെയും ആഹ്ലാദ പ്രകടനം നടത്തുന്ന ഒരു കാഴ്ച കൂടി കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ കോടതി വെളുപ്പിന് മുന്നിൽ അഴിഞ്ഞാടുന്നൊരു സ്ഥിതിവിശേഷമായിരുന്നു ബജരംഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും ഇനിയിപ്പോൾ നിയമ പോരാട്ടം ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക് നീളും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ സങ്കീർണമായ രീതിയിലേക്ക് ഈ കേസ് പോകുന്നു. NIA ആക്ട് കൂടി ഇപ്പോൾ ചുമത്തി എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇവരുടെ ജാമ്യാപേക്ഷ ഇനിയും തള്ളാനുള്ള സാധ്യതയാണ് കൂടുതൽ. മാത്രമല്ല ഈ കന്യാസ്ത്രീകൾ എന്തായാലും വളരെ അടിയന്തരമായ സാഹചര്യങ്ങളിലൂടെയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഛത്തീസ്ഗഡിൽ നിന്നും സിബി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്.